ഇപ്പം സന്തോഷ് അച്ചാൻ ഇപ്പം ഓൾറെഡി PhD ചെയ്യുകയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ. ஏண்டா அவ்வளோ பெரிய படிப்பு படிச்சுட்டு எதுக்குடா இந்த வேலை பண்ற? Philosophy is a very broad subject. Philosophy of Maths, philosophy of Science, philosophy of Engineering, philosophy of Technology, philosophy of Art, philosophy of Economics. അകത്ത് സ്വർണ്ണ നിക്ഷേപം വെച്ച് പുറത്ത് പിച്ചെടുക്കുന്ന ഒരു ലോക മണ്ടനാണ്. ഫിലോസഫിയുടെ ശരിക്കുള്ള ഇമ്പോർട്ടൻസ് എന്താ? അത് പറയുന്നത് ഫിലോ പറഞ്ഞാൽ ലവ്, സോഫി ആണ് വിസ്ഡം, ലവ് ഓഫ് വിസ്ഡം ഓർ പർസ്യൂട്ട് ഓഫ് നോളേജ് ആണെന്ന് പറയാം. മിടുക്കനായിരുന്നു, പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. പതുക്കെ അവനൊരു തോൽവിയാവാൻ തുടങ്ങി. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആവാൻ ശ്രമിച്ച ഞാൻ അവസാനം ചാർലി ചാപ്ലിനായി മാറിയിരിക്കുക. കാര്യങ്ങളൊക്കെ അറിയാം. അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, അയാൾ മഹാജ്ഞാനിയാണ്. ഞങ്ങളെ കുറിച്ച് ഇപ്പൊ വേറൊരു അപഖ്യാതി, അതായത് ഇങ്ങനെ ഒരു കേൾക്കുന്നതാണ്, അതായത് ആർട്ടിസ്റ്റുകളോട്, പ്രത്യേകിച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റുകളോട് പ്രണയം തോന്നുക. ഇതാ നിങ്ങൾ ഇത്ര വിഷയമായിട്ട് പറഞ്ഞത്. അത് പച്ചയ്ക്ക് തന്നെ വിളിച്ചു പറയുക. നാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത്? അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും കാണുമ്പോ ഇടിച്ചു കയറി ചെല്ലുക. പ്രേമിക്കുന്ന പെമ്പിള്ളാരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം, എങ്കിലേ നമുക്ക് വെയിറ്റ് ഉണ്ടാവുള്ളൂ. ഹണി റോസിനെ കുറിച്ചും താങ്കൾ വളരെ മോശമായിട്ട് സംസാരിച്ചിരുന്നു. അവന്റെ മുഖത്തോട്ട് കയറിയിരിക്കെ എനിക്ക് അവന്റെ മുഖത്ത് കണ്ടിട്ട് ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം. എല്ലാവരും പരസ്യമായിട്ട് പറഞ്ഞ കാര്യം, എല്ലാവരും രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു. എന്റെ ധൈര്യത്തിൽ ഈ തണ്ടിത്തരം കാണിച്ചേ. കണ്ടിട്ടില്ല, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. മലയാളികളുടെ കുഴപ്പം തന്നെയാണ്, കുറെ മലയാളികളുടെ കുഴപ്പമാണ്. മലയാളികളുടെ കുഴപ്പമാണ്. എന്താടാ നീ പറയണേ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ, താമസിയാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പിടിക്കാനൊന്നുമില്ലല്ലോ, ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. ഇവിടുത്തെ ആളുകളുടെ ഒരു മനസ്ഥിതിയാണ്, അവരാരും അംഗീകരിക്കില്ല. പിന്നെ ഞാൻ ഇവനെ ഫ്രഞ്ച് കിസ് അടിക്കാം. അവരാരും അംഗീകരിക്കില്ല. വടക്കേ പോയില്ല 500 പറ കണ്ടോ, അന്റെ പേരിൽ എഴുതി തരട്ടെ. ഞാൻ വേറൊരു സ്ഥലത്താണ് ഇത്രയും വൈറലായെങ്കിൽ ഒരു ഇന്റലക്ച്വലായി മാറി തന്നെ. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ, ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഓരനുണ്ടോ, എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. നല്ലത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കോമാളി ആകുന്നതിന് പകരം സന്തോഷ് വർഗി എന്നൊരു പറയുന്ന ഒരാൾ, ഇപ്പൊ സന്തോഷ് അലൻ ജോസ് പെരേര പോലെ ആൾക്കാരാണ് കോമാളിയായിട്ട് കാണിക്കുന്നത്. ചവിട്ടിക്കൂടാ, ആശാന്റെ നെഞ്ചത്തന്നെ കയറി ചവിട്ടിക്കോ. ആശാനോ? ഏത് വകയില്ല? അലൻ ജോസ് പെരേര പോലെ ആൾക്കാരാണ് കോമാളിയായിട്ട് കാണിക്കുന്നത്. വല്ലതും പറഞ്ഞു എടാ അലവരാതി പുണ്യവഞ്ചമേ. മമ്മൂട്ടി ചെയ്ത എല്ലാ റോളും മോഹൻലാൽ വിട്ടും, പക്ഷെ മോഹൻലാൽ ചെയ്ത എല്ലാ റോളും മമ്മൂട്ടിക്ക് പറ്റില്ല. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അതിപ്പോ പറയാനൊന്നും മോഹൻലാലിന്റെ റേഞ്ച് മമ്മൂട്ടിക്ക് ഇല്ല. മനുഷ്യരെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കണോ താൻ? പൃഥ്വിരാജ് വലിയ ആക്ടറായിട്ട് തോന്നിയില്ല, ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഇല്ല. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. സോറി, ഞാൻ പോട്ടെ, ടൈം ഈസ് ഓവർ.